പണ്ട് ഒരു വനത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വനത്തിൽ വലിയ ഒരു ആഞ്ഞിലി മരം ഉണ്ടായിരുന്നു. 200 വർഷം പഴക്കമുള്ള ഒരു ആഞ്ഞിലി മരം, ആകാശത്തോളം വലിപ്പമുള്ള ഒരു ആഞ്ഞിലി മരമാണ്. അപ്പം ആ ആഞ്ഞിലി മരത്തിന് മറ്റുള്ള വൃക്ഷങ്ങളോടും ചെടികളോടും എല്ലാം പുച്ഛമായിരുന്നു. കാരണം എന്താ? ഹീസ് ദ ടോളസ്റ്റ് വൺ ഇൻ ദി ഫോറസ്റ്റ്. ആഞ്ഞിലി മരം. ഓക്കെ. അപ്പോൾ ആ മരം വലിയ ടോളായിട്ടിരിക്കുമ്പോൾ അവിടെ അതിനകത്ത് ഒത്തിരി പക്ഷികൾ വന്നിരിക്കുന്നു, കൂട് കൂട്ടുന്നു. അപ്പോൾ ഇവർ മറ്റുള്ള മരങ്ങളെയൊക്കെ കളിയാക്കുക. നിങ്ങളെല്ലാവരും എന്നെക്കാളും ചെറുതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കളിയാക്കും. മറ്റുള്ള മരങ്ങളെയും വൃക്ഷങ്ങളെയും ചെടികളെയും ഒക്കെ കളിയാക്കും. അങ്ങനെ ഇരിക്കെ ഇത് വന്നു, മഴക്കാലം വന്നു. മഴക്കാലം വന്നപ്പോൾ ഭയങ്കര മഴ പെയ്യുക. ഭയങ്കര മഴയും കാറ്റും ഇടിമിന്നലും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അപ്പോൾ വലിയ കാറ്റ് വീശിയപ്പോൾ മറ്റുള്ള മരങ്ങളെല്ലാം കാറ്റിനനുസരിച്ച് ചെരിഞ്ഞു കൊടുത്തു. വിൻഡ് വരുമ്പോൾ എന്നാ ചെയ്യണേ? നമ്മൾ ഫ്ലൈ ആവൂലേ? ഫോഴ്സ് വരുമ്പോൾ. അപ്പോൾ മരങ്ങൾ എന്നാന്ന് വെച്ചാൽ ആ കാറ്റിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ താന്നു കൊടുത്തു. അപ്പോൾ ആഞ്ഞിലി മരം എന്നാ ചെയ്തു? ആഞ്ഞിലി മരം വളരെ ധാർഷ്ട്യത്തോടെ പറഞ്ഞു, ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ വലിയവനാണ്, എനിക്ക് അങ്ങനെ ആരുടെ മുന്നിൽ താന്നു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കുക. സ്റ്റഡി ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റങ്ങ് വന്നപ്പോൾ എന്നാ ആഞ്ഞിലി മരം കട പുഴുകി വേരോടുകൂടി മറഞ്ഞ് നിലത്തേക്ക് വീണു. അങ്ങനെ ആഞ്ഞിലി മരത്തിൻ്റെ അന്ത്യം അവിടെ സംഭവിച്ചു. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു മനസ്സിലാക്കാനൊരു കാര്യമുണ്ട്. മടിയില്ല, ഇത് പറയട്ടെ. അതപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ? എത്ര വലിയവനാണെങ്കിലും ഓക്കെ, വെയിറ്റ് ചെയ്യേ. എത്രയും വലിയ ആളാണെങ്കിലും നമ്മൾ എപ്പോഴും എന്തായിട്ട് ജീവിക്കണം? വളരെ നല്ല മനുഷ്യരായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമായിട്ട് മറ്റുള്ളവരെ ലിസൺ ചെയ്യാനായിട്ടും നമ്മളെപ്പോഴും പഠിക്കണം. ഓക്കെ? സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എന്നൊരു ഉമ്മാട്ടടിയെ. ഉമ്മ വേണം. ഓക്കെ, ഇനി സ്റ്റോപ്പ് ചെയ്തോ.